ശ്രീ തോമസ് ഐസക് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ തോമസ് ഐസക് എങ്ങനെ അനുസ്മരിക്കുന്നു VS-നെ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യ തലമുറ നേതാക്കളിൽ ഏറ്റവും സമ്പന്നനായ നേതാക്കളിൽ ഒരാളാണ് സർ VS. പക്ഷേ തന്റെ സമകാലീനരായ നേതാക്കന്മാരിൽ നിന്നെല്ലാം VS-നെ മാറ്റി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അത് അദ്ദേഹം ഏറ്റവും പാവപ്പെട്ട തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് തൊഴിലാളിയായി ജീവിച്ച് അവരെ സംഘടിപ്പിച്ച് ഏറ്റവും സമ്പന്നരായ നേതാവായിട്ട് വളരുകയാണ് ഉണ്ടായത്. അതില് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന അത് ഇന്ത്യയിലെ തന്നെ കർഷക തൊഴിലാളി പ്രസ്ഥാന ചരിത്രത്തിൽ രേഖപ്പെടുത്തും. കേരളത്തിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് ആത്മാഭിമാനമുള്ള ഒരു തൊഴിൽ സേനയാക്കി മാറ്റിയതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്ന്. പുന്നപ്രമല്ലാറിന് ശേഷം അതിന്റെ നേതൃത്വ പങ്ക്, അതിനുശേഷം ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ വലിയ സംഭാവന. അങ്ങനെയാണ് 56 ഐക്യ കേരളം ഉണ്ടാകിയ 57 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്ന ജില്ലകളൊന്നായി ആലപ്പുഴ മാറിയത്. അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിലെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടാണ് സഖാവ് VS പ്രവർത്തിച്ചു വന്നത്. അങ്ങനെ നേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഭരണാധികാരി എന്ന നിലയിലും അദ്ദേഹം വ്യക്തിമുദ്ര കേരളത്തില് ചാർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ സംഭാവനകൾ എല്ലാ മേഖലകളിലും കാണാം. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലുള്ള ഫ്രീ സോഫ്റ്റ്വെയർ പ്രസ്ഥാനം, അതിന്റെ തുടക്കം കേരളത്തിൽ ഇങ്ങനെ അടിത്തറയിടുന്നതിൽ VS-ന് നിർണായക പങ്കുണ്ടായിട്ടുണ്ട്. ഈ ഭരണത്തിലാണെങ്കിലും അല്ലെങ്കിലും ജനപക്ഷത്ത് നിന്ന് കാര്യങ്ങൾ കാണാം. അതിനുവേണ്ടി ശക്തമായി ശബ്ദമുയർത്താൻ അതായിരുന്നു സഖാവ് VS. അദ്ദേഹത്തിന്റെ നിര്യാണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തും മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തും വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത്. ശരി, ശ്രീ തോമസ് ഐസക് പറഞ്ഞതുപോലെ ഭരണത്തിലായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ജനപക്ഷത്തായിരുന്നു VS അച്യുതാനന്ദൻ എന്നതാണ്. അത് ശരിയുമാണ്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും പ്രതിപക്ഷ നേതാവല്ലാതെ MLA ആയിരുന്ന സമയത്തുമൊക്കെ അദ്ദേഹം ജനപക്ഷത്തായിരുന്നു, ജനകീയ നിലപാടുകൾക്ക് ഒപ്പമായിരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഐതിഹാസികമായ പല സമരങ്ങളും അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. സ്ത്രീ പീഡകരെയും അഴിമതിക്കാരെയും തുറുങ്കിലടയ്ക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഒരളവ് വരെ അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. നിർണായകമായ പല നിയമ പോരാട്ടങ്ങളും അദ്ദേഹം നടത്തുകയുണ്ടായി. പാർട്ടിക്കുള്ളിലും അദ്ദേഹം തിരുത്തൽ ശക്തിയായി മാറുകയായിരുന്നു. വിഭാഗീയത ഒരു കാലത്ത് പാർട്ടിയിൽ അലയടിക്കാനുള്ള കാരണം അതിലൊരു വശത്ത് VS അച്യുതാനന്ദന്റെ തിരുത്തൽ ശക്തി ഉണ്ടായിരുന്നു എന്നതാണ്. പാർട്ടിയിൽ അദ്ദേഹം ബദൽ ശക്തിയായി പലപ്പോഴും ഉയർന്നു വരികയും ഉൾപാർട്ടി വേദികളിൽ അദ്ദേഹം തന്റെ നിലപാടുകൾ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. വെളിയിൽ അദ്ദേഹം ജനപക്ഷത്തായിരുന്നു. അതേപോലെ തന്നെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ജീർണതകൾക്കെതിരെയും അദ്ദേഹം അതിശക്തമായി പോരാടി. അഴിമതിക്കെതിരെ പോരാട്ടം നയിച്ചു, നിയമ പോരാട്ടങ്ങൾ നടത്തി, അതിൽ വിജയം വരിച്ചു. സുപ്രീം കോടതി വരെ നീണ്ട ഐതിഹാസികമായ പല നിയമ പോരാട്ടങ്ങളിലും VS അച്യുതാനന്ദന്റെ കൈകൾ ഉണ്ടായിരുന്നു. VS ഒരു പേരല്ല, അതൊരാശയമാണ്. അവസാനിക്കാത്ത പോരാട്ടമെന്ന ആശയം, നീതിക്ക് വേണ്ടിയുള്ള കലഹങ്ങളെ പ്രതീക്ഷാഭരിതമാക്കുന്ന പ്രചോദനം, ആധുനിക കേരളീയ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്ത നിലപാട്. VS പക്ഷക്കാരുടെ എണ്ണം ഒരു പാർട്ടിയിലും അച്യുതാനന്ദൻ എന്ന
മനുഷ്യനിലും ഒതുങ്ങുന്നതല്ല. അതിനിയും കാലങ്ങളോളം പ്രകാശം പരത്തും. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. മുടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ചരിത്രം VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ഇങ്ങനെയാകും അടയാളപ്പെടുത്തുക. പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രിയായാലും VS പ്രതിപക്ഷ നേതാവായിരുന്നു. ജനം പ്രതിപക്ഷത്തു നിന്നപ്പോഴെല്ലാം ജനങ്ങളുടെ ശബ്ദമായിരുന്നു. ജനങ്ങൾക്കും ഭാവി തലമുറകൾക്കും ഒരു തരത്തിലുള്ള ക്ഷീണവും വരുന്നതല്ല എന്ന് പഠന റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ കൂടംകുളം പദ്ധതിയുമായി മുന്നോട്ട് പോകാവൂ. പ്രകൃതി സംരക്ഷണമാണ് വികസനത്തിന്റെ ആദ്യ പാഠമെന്ന് ഉറക്കെ ആവർത്തിച്ച് കലഹിച്ചു ബോധ്യപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ്. പാഠം നികത്തലായാലും സോഫ്റ്റ്വെയർ കുത്തകയായാലും അധ്വാനവർഗ നിലപാട് കാലത്തിനു മുമ്പേ തിരിച്ചറിഞ്ഞ് കലാപക്കൊടി നാട്ടിയ മാർക്സിസ്റ്റ് ബോധ്യം. പിണങ്ങിപ്പിരിയലല്ല, ഉള്ളിൽ നിന്നുള്ള തിരുത്തലാണ് പ്രായോഗികതയെന്ന് തെളിയിച്ച വിപ്ലവകാരി. അടിയാളന്റെയും മണ്ണിന്റെയും പെണ്ണിന്റെയും മാനത്തിന് മാനത്തോളം വില നൽകിയ മാനവികൻ. കോൺഗ്രസോ UDF ഇടതുപക്ഷമോ ആരുടെ പേരിലായാലും ശരി, കയ്യേറ്റക്കാർ തന്നെ. അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ട് അവർ പണിതിട്ടുള്ള കെട്ടിടങ്ങൾ അടിച്ച് നിരത്തി അതെല്ലാം തന്നെ കേരളത്തിന്റെ വകയായി മാറ്റുക തന്നെ ചെയ്യും ഈ ഗവൺമെന്റ് എന്നതിൽ സംശയമില്ല. തോൽവികൾ തളർത്താത്ത പോരാളി. തുടർ തോൽവികളുടെ കൊടിയ നിരാശയുടെ ഇരുളിൽ നിന്നും പ്രതീക്ഷയുടെ വെളിച്ചവാതിലുകൾ സ്വയം തള്ളിത്തുറന്ന നേതാവ്. MN വിജയന്റെ വിശേഷണമാണ് ഏറ്റവും അനുയോജ്യം. പരാജയം ഭക്ഷിച്ചു ജീവിക്കുന്നവൻ. 17-ാം വയസ്സിൽ തുടങ്ങി 101-ാം വയസ്സിൽ മരണം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി ജീവിച്ച ഒരാൾക്ക് ഇതിലും വലിയൊരു വിശേഷണം ലഭിക്കാനില്ല. ദാരിദ്ര്യത്തിന്റെയും അനാഥത്വത്തിന്റെയും ബാല്യം മുതൽ ജീവിതാവസാനം വരെ നേരിട്ട തുടർ തോൽവികളിൽ നിന്നാണ് VS എന്ന പോരാളി രൂപപ്പെട്ടത്. അടിമുടി പോരാളിയായ മനുഷ്യന് മലയാളികളെ ആഴത്തിൽ സ്വാധീനിക്കുകയും പ്രതീക്ഷാഭരിതമാക്കുകയും ചെയ്ത സമരനായകന്, കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവിന്, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന്, VSന് അന്ത്യാഭിവാദനങ്ങൾ. കിരൺ ബാബു, ന്യൂസ് 18.